ഭയം എന്ന് പറയുന്ന ഒരു ഇമോഷൻ പല ആളുകളിൽ പലതരത്തിലാണ് വർക്ക് ചെയ്യുക. എല്ലാവരും പറയും എനിക്ക് നല്ല ധൈര്യം ഉണ്ടെന്ന്. പക്ഷേ ഇതെങ്ങനെയാണ് ഒരാളിൽ വർക്ക് ചെയ്തത് എന്ന് നമുക്കൊരു കഥയിലൂടെ നോക്കാം. ഈ കഥ എൻ്റെ അധ്യാപിക മുമ്പ് പറഞ്ഞു തന്നതാണ്. ഒരാള് ജോലി സംബന്ധമായിട്ട് ഒരു സ്ഥലത്തേക്ക് സ്ഥലം മാറി വരികയാണ്. പുതിയ നാടും നാട്ടുകാരും ചുറ്റുപാടുകളൊക്കെ. അപ്പോൾ ഈ നാട്ടിലുള്ള ഒരാള് ഇയാൾക്ക് ഈ നാടിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. കൂട്ടത്തിൽ ഇയാൾ ഒരു കാര്യം പറഞ്ഞു, ഈ നാട്ടിലൊരു സിമിത്തേരി ഉണ്ട്, ആ വഴിക്ക് പോകരുത്, അവിടെ പ്രേതശല്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ വന്ന ആള് പറഞ്ഞു, എനിക്കതിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല, ഞാൻ കുറച്ചും കൂടി മോഡേൺ ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്, നിങ്ങളൊക്കെ തനി പഴഞ്ചനായത് കൊണ്ടാണ്. അപ്പൊ നാട്ടുകാരനൊക്കെ തോന്നി, അങ്ങനെ ഇപ്പൊ ഇവിടെ വന്നിട്ട് നമ്മളെ ഇങ്ങനെ കളിയാക്കണ്ട. ഇയാൾ പറഞ്ഞു, നിങ്ങൾക്ക് ധൈര്യം ഉണ്ടെന്ന് ഞാൻ സമ്മതിക്കാം, ഇന്ന് രാത്രി ഒറ്റയ്ക്ക് ഈ സെമിത്തേരിയുടെ അറ്റത്ത് ഒരു മരമുണ്ട്, അതിൽ നിങ്ങളൊരു ആണി അടിച്ച് തിരിച്ചു വരണം, എന്നാൽ ഞാൻ സമ്മതിക്കാം എന്ന് പറഞ്ഞു. പുതിയ ആയതായി വന്ന ആള് ഈ വെല്ലുവിളി ഏറ്റെടുത്തു. രാത്രിയായി സെമിത്തേരിയുടെ പുറത്ത് നമ്മുടെ നാട്ടുകാരൻ കാത്തുനിന്നു. ഇയാൾ സെമിത്തേരിയുടെ ഉള്ളിലേക്ക് കടന്നു. കുറച്ചങ്ങോട്ട് ചെന്നപ്പോഴേക്കും ഇയാൾക്കുള്ളില് ഭയം വരാൻ തുടങ്ങി. കാരണം കൂരാകൂരിരുട്ട്, ആകെ നിശബ്ദത, ഒരു ചീവീടിന്റെ ശബ്ദവും ഇയാളുടെ കാലടിയുടെ ശബ്ദവും മാത്രമേ കേൾക്കുന്നുള്ളൂ. തിരിഞ്ഞു പോരാനായിട്ട് ഇയാളുടെ ഈഗോ സമ്മതിച്ചില്ല. അറിയാവുന്ന ദൈവങ്ങളെയും കിട്ടാവുന്ന മന്ത്രങ്ങളൊക്കെ പൊളിച്ച് പറഞ്ഞുകൊണ്ട് മനസ്സിലിങ്ങനെ ജപിച്ചുകൊണ്ട് ഇയാള് മുന്നോട്ട് തന്നെ പോയി. അവിടെ ചെന്ന് പെട്ടെന്ന് തന്നെ മരത്തിൽ ആണി അടിച്ചു ഇങ്ങോട്ട് തിരിഞ്ഞു നടക്കാൻ നോക്കിയപ്പോ പറ്റുന്നില്ല. പുറകിൽ നിന്ന് ആരോ പിടിച്ചു വലിക്കുന്നു. കൂട്ടത്തില് ഏതോ ഒരു രൂപവും മാറുന്നതായിട്ട് കണ്ടു. ഒറ്റ നിമിഷം കൊണ്ട് ഇയാളുടെ ഉള്ളിലെ പ്രേതത്തിന്റെ ചിന്തകൾ വരികയും ഇയാള് ബോധരഹിതനായി വീഴുകയും ചെയ്തു. അപ്പോഴേക്കും മറിഞ്ഞിരുന്നിരുന്ന നമ്മുടെ നാട്ടുകാരനും വേറെ കുറച്ച് ആളുകളും കൂടി വന്നു ഇയാളെ എഴുന്നേൽപ്പിച്ച് മുഖത്ത് കുറച്ച് വെള്ളമൊക്കെ തെളിച്ച് സംസാരിച്ചപ്പോ കാര്യം മനസ്സിലായി. എന്താണ്? ഇയാള് ടെൻഷൻ കൊണ്ട് ആണി അടിച്ചപ്പോ ഇയാളുടെ വസ്ത്രവും കൂടി ആ ആണിയോട് ചേർത്തടിച്ചു. അതുകൊണ്ടാണ് ഇയാൾക്ക് മുന്നോട്ട് നടക്കാനായിട്ട് പറ്റാതിരുന്നത്. എന്തുകൊണ്ടാണ് നടക്കാൻ പറ്റാതിരുന്നതെന്ന് കൃത്യമായിട്ട് നോക്കുന്നതിന് മുൻപേ ഇയാളുടെ ഉള്ളില് ഭയം കടന്നു പിടിച്ചിരുന്നു. ഒറ്റയടിക്ക് വിചാരിച്ചു പുറകിൽ നിന്ന് പ്രേതമാണ് എന്നെ വലിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് ബോധം കെട്ട് വീണത്. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഓരോ ഇമോഷനും നമ്മുടെ മേല് പ്രവർത്തിക്കുന്നത്. അപ്പൊ ഇതൊക്കെ എന്താ പറയാ, എനിക്ക് പേടിയുണ്ട് എന്ന് പറയുന്നത് ഒരു നാണക്കേടൊന്നുമല്ല. പേടിയും ദുഃഖവും സങ്കടവും സന്തോഷവും ആൻസൈറ്റിയും തുടങ്ങിയ എല്ലാ ഇമോഷനും പല അളവിൽ ചേർന്നതാണ് പല മനുഷ്യര്. Let light shine out of darkness.